നമസ്കാരം. അക്കൗണ്ട്സ് ക്യാമ്പസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ലെഡ്ജർ എന്നും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജറും പറഞ്ഞു. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് അക്കൗണ്ടുകൾ ലെഡ്ജേഴ്സിൻ്റെ ലിസ്റ്റ് തന്ന് അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു അല്ലേ. അതിൻ്റെ ആൻസർ കീ ആണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലെഡ്ജേഴ്സുകൾ, നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ ഈ ലെഡ്ജേഴ്സുകൾ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിൽ മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, ഇങ്ങനെ അതുപോലെ യൂട്ടിലിറ്റീസ് എന്ന സെക്ഷൻ കാണാം. അതിൽ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ എല്ലാ മാസ്റ്റർ ഡാറ്റയും, അതായത് ലെഡ്ജേഴ്സ്, സ്റ്റോക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാനാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കിടക്കുന്നത്. അതിൽ ലെഡ്ജറുകളും സ്റ്റോക്കുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റിൽ, എഡിറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഓൾട്ടറിൽ വന്നിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ലെഡ്ജറുകളുടെയും സ്റ്റോക്കുകളുടെയും ലിസ്റ്റ് കാണണമെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ വരിക. അപ്പോൾ അതിൽ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ എല്ലാ ലെഡ്ജറുകളും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ടാലി സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഏത് കമ്പനി ക്രിയേറ്റ് ചെയ്താലും ഡിഫോൾട്ടായിട്ട് 2 ലെഡ്ജറുകൾ ടാലി തന്നെ തരും. അതിലൊന്ന് ക്യാഷ് അക്കൗണ്ടും മറ്റേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ടുകളൊക്കെ ടാലി സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ടാലിയിൽ ഡിഫോൾട്ടായിട്ട് ക്യാഷ് എന്ന ലെഡ്ജറും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ലെഡ്ജറും ഡിഫോൾട്ടായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഓൾട്ടറിൽ വന്നു, ലെഡ്ജർ എടുത്തു. കണ്ടോ, ക്യാഷ് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അക്കൗണ്ടുകൾ ടാലി സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് ചെയ്തു, തിരിച്ച് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ബാക്കിയുള്ള അക്കൗണ്ടുകളെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ലെഡ്ജറുകളുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ മുഹമ്മദ്സ് ക്യാപിറ്റൽ. ഓക്കെ, മുഹമ്മദ്സ് ക്യാപിറ്റൽ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എടുത്തു, എൻ്റർ അടിച്ചു. ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ, എൻ്റർ അടിച്ചു. ആ ലെഡ്ജർ നെയിമിൽ മുഹമ്മദ്സ് ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ടൈപ്പ് ചെയ്ത് മുഹമ്മദ്സ് ക്യാപിറ്റൽ, നിങ്ങൾ ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു. ഏലിയാസ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിൻ്റെ മറ്റൊരു പേര്, അത് കൊടുക്കേണ്ട. എൻ്റർ അടിച്ചു. അണ്ടർ, കണ്ടോ, അണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറിൻ്റെ അണ്ടർ. ഇവിടെ എന്താ ലിസ്റ്റ് ചോദിച്ചു അല്ലേ. എന്താ ലിസ്റ്റ് ചോദിച്ചത്? ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന്. അപ്പോൾ അവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സെക്ഷനാണ് അക്കൗണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെഡ്ജർ ഗ്രൂപ്പ്. എന്താണ് ഈ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യം? അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ നിങ്ങൾക്കറിയാം അത് എന്ത് ടൈപ്പ് ലെഡ്ജറാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അത് എന്ത് ടൈപ്പ് ലെഡ്ജറാണ്? അത് അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ലെഡ്ജറാണോ, ഇൻകം ലെഡ്ജറാണോ, എക്സ്പെൻസ് ലെഡ്ജറാണോ? നമുക്കറിയാം അതൊരു ക്യാപിറ്റൽ ലെഡ്ജറാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് ആർക്കറിയില്ല? ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് അറിയില്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ ഒരു ക്യാപിറ്റൽ ലെഡ്ജറാണെന്ന് ടാലിക്ക് അറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറിൻ്റെ പേര് നമ്മൾ മാറ്റി. ഓഫീസ് എക്സ്പെൻസ് എന്നാക്കി അല്ലേ. അതെന്ത് ടൈപ്പ് ലെഡ്ജറാ? അതൊരു എക്സ്പെൻസ് ലെഡ്ജറാണ്. അത് ടാലിക്ക് അറിയില്ല അത് എക്സ്പെൻസ് ലെഡ്ജറാണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ എന്ത് ടൈപ്പ് ലെഡ്ജറാണെന്ന് തരം തിരിക്കാനാണ് എന്ത് തന്നത്? ഈ അക്കൗണ്ട് ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് തന്നത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അസറ്റ് ലെഡ്ജർ ആണെങ്കിൽ ഇതിന് അസറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലയബിലിറ്റി ലെഡ്ജർ ആണെങ്കിൽ ഇതിന് ലയബിലിറ്റി ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ. എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യകത നോക്കാം. നമ്മൾ ഒരു ക്ലിനിക്കാണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക, നിങ്ങൾ അവിടുത്തെ അക്കൗണ്ടൻറ്റും. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു വരുമാനം, എക്സാമ്പിൾ ഡോക്ടർ ഫീ അല്ലേ, ഡോക്ടർ ഫീ എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ, അത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജറാണ്? അത് ആ കമ്പനിയുടെ, ആ ക്ലിനിക്കിൻ്റെ ഇൻകമാണ്. ഇൻകം കൊടുത്തു. അപ്പോൾ ഒരുപാട് ഇൻകം ഗ്രൂപ്പുകൾ ഇതിൽ ഉണ്ട്. ഞാൻ അതിൽ ഡയറക്റ്റ് ഇൻകം കൊടുത്തു. ഓക്കെ,
അടുത്ത ഏറ്റവും എക്സാമ്പിളായിട്ട് ഓപ്പണിംഗ് ബാലൻസ്. ഒരു ഇതുവരെ ഡോക്ടർ ഫീ നമുക്ക് ആകെ കിട്ടിയത് ഒരു 20,000 കിട്ടിയ വർഷം. ഓക്കെ അല്ലേ? കേട്ടോ, എൻ്റർ അടിച്ചു. ഈ ഓപ്പണിംഗ് ബാലൻസ് ട്രാൻസാക്ഷൻ ഇങ്ങനെയല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യം പറഞ്ഞു തരികയാണ്. ഓക്കെ, എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. നമുക്കിനി ഈ ദിവസം കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ ക്ലിനിക്കിൽ കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ക്ലിനിക്കിലേക്ക് സ്റ്റാഫിന് ടീ വാങ്ങി. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് എന്ന പേരിൽ ഒരു ലെഡ്ജർ ഉണ്ടാക്കി. അത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഞാൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്തു. ഓക്കെ അല്ലേ? എക്സ്പെൻസ്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, ഒരു 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് അടിച്ചു. ഓപ്പണിംഗ് ബാലൻസ്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ എന്താണെന്ന് പിന്നീട് പറയാം കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ എന്താണ് ഈ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യം അത് മനസ്സിലാക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ റിപ്പോർട്ട്സിലേക്ക് പോയി നോക്കുക. റിപ്പോർട്ട്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻ്റർ ചെയ്തു. കണ്ടോ, നമ്മുടെ ഡയറക്റ്റ് ഇൻകം കണ്ടോ, നമ്മുടെ ഡയറക്റ്റ് ഇൻകം ഇവിടെ 20,000 രൂപ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഓൾട്ട് F1 അടിച്ചു. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് F1 എന്ന ബട്ടൺ അടിച്ചു. കണ്ടോ, ഡയറക്റ്റ് ഇൻകം ഡോക്ടർ ഫീ എത്ര? 20,000. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുണ്ട്? 1000. 20,000 നിന്ന് ഇത് ഇൻകം, ഇത് എക്സ്പെൻസ്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് 1000 കുറച്ച് ബാക്കി 19,000 രൂപ പ്രോഫിറ്റ്. കണ്ടല്ലോ, 19,000. ആ പ്രോഫിറ്റ് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഈ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യം? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യം? എന്താണ്? നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് റിപ്പോർട്ടിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ഈ അക്കൗണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത് അത് നമുക്കറിയണം. അതിനാദ്യം ഈ ടാലിയിൽ ഉള്ള ഡിഫോൾട്ടായിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് അറിയണം. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഇൻ ടാലി. ടാലി സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ടായിട്ട് ഉള്ള അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ടാലി സോഫ്റ്റ്വെയറിൽ ആകെ മൊത്തം 28 അക്കൗണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. അതായത് നിങ്ങൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായ അത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ ആണെന്ന് സെലക്ട് ചെയ്യണം. അതിന് 28 അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ടാലി സോഫ്റ്റ്വെയർ തന്നിട്ടുള്ളത്. ആ 28 അക്കൗണ്ട് ഗ്രൂപ്പുകളെ പ്രൈമറി ഗ്രൂപ്പൊന്നും സെക്കൻഡറി ഗ്രൂപ്പൊന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്രൂപ്പാണ്. ബാക്കി 13 ഈ പ്രൈമറി ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളാണ്. ഈ പ്രൈമറി ഗ്രൂപ്പിൻ്റെ കീഴേ വരുന്ന സബ് ഗ്രൂപ്പുകളാണ് ബാക്കി 13. അങ്ങനെ മെയിൻ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ചേർത്തിട്ട് മൊത്തം 28 അക്കൗണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. ഓക്കെ, നോക്കാം അത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ഗ്രൂപ്പുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ലയബിലിറ്റി ഗ്രൂപ്പുകൾ പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് അസറ്റ് ലെഡ്ജറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ഗ്രൂപ്പുകൾ. പിന്നെ ഇൻകം ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ഗ്രൂപ്പുകൾ. അടുത്തത് ലാസ്റ്റ് എക്സ്പെൻസ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ക്യാപിറ്റൽ ഗ്രൂപ്പ് അല്ലേ? ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ലയബിലിറ്റി ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. അടുത്തത് അസറ്റ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻകം ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. ലാസ്റ്റ് എക്സ്പെൻസ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കണം. ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിലാദ്യം പറയുന്നത് ഈ സൈഡ് ഫോർ ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് ലെഡ്ജർ. ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജർ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ലെഡ്ജർ ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാലിയിൽ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടർ തന്നെ സേവ് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്തത് ഫോർ റിസർവ് ലെഡ്ജർ ലൈക്ക് ജനറൽ റിസർവ് അല്ലേ?
കമ്പനിയിലുണ്ടാകുന്ന പ്രോഫിറ്റിൽ ഒരു നിശ്ചിത ഭാഗം നമ്മൾ മുഴുവൻ ഓണർക്ക് കൊടുക്കാതെ കുറച്ച് ഫണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് റിസർവ് ആക്കി മാറ്റിവെക്കും. അപ്പോൾ അതിന് റിസർവ് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റിസർവ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു കാര്യം, ഇവിടെ ചില ഗ്രൂപ്പുകളുടെ ഹെഡ് ഡാർക്ക് കളറും ചില ഗ്രൂപ്പുകളുടെ ഹെഡ് ലൈറ്റ് കളറും ഉണ്ടാവും. അതായത് ചില ഗ്രൂപ്പുകൾ ബോൾഡായിട്ടും ചില ഗ്രൂപ്പുകൾ ബോൾഡ് അല്ലാതെയും ലൈറ്റായിട്ടും കാണിച്ചിട്ടുണ്ടാവും. അത് ഈ ബോൾഡ് കളറിൽ കാണിച്ച ഗ്രൂപ്പുകളാണ് മെയിൻ ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ 15 അക്കൗണ്ട് ഗ്രൂപ്പ്, അതിൻ്റെയൊക്കെ സബ് ഗ്രൂപ്പാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ അല്ലേ? അങ്ങനെ മെയിൻ ഗ്രൂപ്പ് 15 ഉണ്ടാവും, സബ് ഗ്രൂപ്പ് 13 ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 28 അക്കൗണ്ട് ഗ്രൂപ്പുകൾ. അടുത്തത് ലയബിലിറ്റി ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്, ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? കറണ്ട് ലയബിലിറ്റീസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ് കറണ്ട് ലയബിലിറ്റി. ഈ കറണ്ട് ലയബിലിറ്റിൻ്റെ കീഴെ 3 സബ് ഗ്രൂപ്പ് ഉണ്ട്: സൺട്രി ക്രെഡിറ്റേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആൻഡ് പ്രൊവിഷൻ. നോക്കാം. ഫോർ ഓൾ സപ്ലയർ ലെഡ്ജർ, നിങ്ങളുടെ കമ്പനിയുടെ സപ്ലയർ, നിങ്ങൾക്ക് ഗുഡ്സ് തരുന്ന ആളായിക്കോട്ടെ, സർവീസ് തരുന്ന ആളായിക്കോട്ടെ, അസറ്റ്സ് തരുന്ന ആളായിക്കോട്ടെ, അവരെല്ലാവരുടെയും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ഫോർ ഓൾ ടാക്സ് ലെഡ്ജർ അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ജി എസ് ടിയിൽ വരുന്ന എല്ലാ ടാക്സുകളും, CGST, SGST, IGST അല്ലേ, ഇൻകം ടാക്സ്, TDS, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് കൺട്രീസിലാണെങ്കിൽ വാറ്റ്, അവരുടെ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ഫോർ അഡ്വാൻസ് ഇൻകം അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇൻകം റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ ഇൻകം ഈ വർഷം തന്നെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുക. അപ്പോൾ അത് അഡ്വാൻസ് ഇൻകം എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഓക്കെ, അടുത്തത് ലോണുകളാണ്. ഫോർ ലോൺ ഫ്രം എനി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഫിനാൻസ് ചെയ്യുക അല്ല, ഫിനാൻസിങ് ലോണുകളൊക്കെ വരുമ്പോൾ, അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിലേക്കൊരു മാരുതി കാറ് വേണം. അപ്പോൾ നമ്മൾ ആ കാറിന് 5 ലാഖാണ് എമൗണ്ട് എങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു, കാറ് പർച്ചേസ് ചെയ്ത കമ്പനിക്ക്. ബാക്കി 4 ലക്ഷം രൂപ കൊടുക്കാണ്ട് 4 ലക്ഷം നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ബാങ്ക് അവർക്ക് ആ സപ്ലയർക്ക് കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി ആ 4 ലക്ഷം വേറെ ഒരു തേർഡ് പാർട്ടി വന്ന് കൊടുക്കും. പിന്നെ നിങ്ങൾ ആ ബാങ്കിന് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മതി, ഈ 4 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ ബാങ്ക് നിങ്ങൾക്ക് ലോണ് തന്ന പോലെയല്ലേ, അതാണ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാങ്ക് നിങ്ങളെ ഫൈനാൻസ് ചെയ്ത ബാങ്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ബജാജ് ഫിനാൻസ്, അതേമാതിരി ബാങ്കിൻ്റെ ഫിനാൻസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ലോൺസ് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ലോൺ ടേക്കൺ ബൈ ഫർണിഷിങ് എനി സെക്യൂരിറ്റി, നിങ്ങൾ ബാങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പണയം വെച്ചിട്ട് ലോൺ എടുക്കുകയാണ് ക്യാഷ് ആയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അതാണ് സെക്യൂർഡ് ലോൺ എന്ന് പേര് പറയും. അങ്ങനെ സെക്യൂർഡ് ലോണുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? സെക്യൂർഡ് ലോൺ എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ലോൺ ടേക്കൺ ഫ്രം എനി പേഴ്സൺ, അത് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പലിശ ഉണ്ടാവും, കറക്റ്റ് സമയത്ത് അടയ്ക്കണം. അപ്പോൾ അതല്ലാതെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ക്യാഷ് കടം തന്നാൽ അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളെ ഫാമിലി മെമ്പർ സുഹൃത്തിൻ്റെ പേര് അരുൺ എന്നാണെങ്കിൽ അരുൺ ലോൺസ് എന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലെഡ്ജർ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? അൺസെക്യൂർഡ് ലോൺ എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ഓവർ ഡ്രാഫ്റ്റ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഓഡി എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ബാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ക്രെഡിറ്റ് കാർഡ് എന്ന ബാങ്ക് OCC എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലെഡ്ജറുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. ഓക്കെ, അടുത്തത് അസറ്റ്സ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് സേവ് ചെയ്യേണ്ടത്? ആദ്യം ഫോർ ഓൾ മിഷനറി ആൻഡ് പ്രോപ്പർട്ടി ലെഡ്ജർ, കമ്പനിയുടെ എല്ലാ മിഷനറി ആൻഡ് പ്രോപ്പർട്ടി ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ചിട്ടി മ്യൂച്വൽ ഫണ്ട്, നമ്മൾ ഈ ചിട്ടിയിൽ മന്ത്ലി ചിട്ടി കൊടുക്കുക, KSFE ചിട്ടി അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെ ചിട്ടിയിൽ മന്ത്ലി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ളതാണ്, അസറ്റാണ്. അങ്ങനത്തെ ചിട്ടി ക്യാഷ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം.
അടുത്തത് ഫോർ ഓൾ എമൗണ്ട് യൂസ്ഡ് ഇൻ വിത്തിൻ 1 ഇയർ. നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ക്യാഷാക്കി അങ്ങോട്ട് തിരിച്ച് കിട്ടാനുള്ള ക്യാഷായി കിട്ടാനുള്ള അസറ്റാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് അസറ്റ് നേരിട്ട് അധികം ഒരു ലെഡ്ജറിനും വരില്ല, ചുരുക്കമേ വരുള്ളൂ കേട്ടോ. അടുത്തത് കറണ്ട് അസറ്റിൻ്റെ കീഴിൽ കുറച്ച് സബ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഡെപ്പോസിറ്റ് അസറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് അക്കൗണ്ട് നോക്കാം. അതിൽ ഫോർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലേ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലൈക്ക് ഓഫീസ് ഡെപ്പോസിറ്റ്, ടെലിഫോൺ ഡെപ്പോസിറ്റ്, വാട്ടർ ഡെപ്പോസിറ്റ്, ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് അസറ്റ്സ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഓക്കെ, ഫോർ ഓൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലൈക്ക് അഡ്വാൻസ് സാലറി, പേഴ്സണൽ ലോൺ, എംപ്ലോയീസ് ലോൺ, അങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെയും എംപ്ലോയീസ് ലോണിൻ്റെയൊക്കെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഫോർ ഓൾ കസ്റ്റമർ ലെഡ്ജർ, നിങ്ങളെ ബയേഴ്സ്, നിങ്ങളെ കയ്യിൽ നിന്ന് കടത്തിന് ഗുഡ്സ് കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലേ, നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാർ, ബയേഴ്സ്, അതായത് സെയിൽസിൽ വരുന്ന പാർട്ടി നോർമൽ കേസിൽ കേട്ടോ. അപ്പോൾ അവരെ ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കസ്റ്റമർ അവരെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെഡ്ജർ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ലെഡ്ജർ നോർമലി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയറിൽ വരും, മനസ്സിലായല്ലോ. എന്നാൽ ചില കേസിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അടുത്തത് ഫോർ ക്യാഷ് ഓർ പെറ്റി ക്യാഷ് ലെഡ്ജർ, ക്യാഷ് അക്കൗണ്ട് ടാലി സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ട് ആയിട്ടുണ്ട്, ഓക്കെ അല്ലേ. എന്നാൽ പെറ്റി ക്യാഷ് എന്ന മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ പെറ്റി ക്യാഷ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ക്യാഷ് ഇൻ ഹാൻഡ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് ഫോർ ബാങ്ക് ലെഡ്ജർ, നിങ്ങളുടെ കമ്പനിക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ആ പേരിൽ ഒരു ലെഡ്ജർ ഓപ്പൺ ചെയ്യണം, ഓക്കെ അല്ലേ. അപ്പോൾ കനറ ബാങ്കിലാണെങ്കിൽ കനറ ബാങ്ക് അക്കൗണ്ട്, SBI യിലാണെങ്കിൽ SBI അക്കൗണ്ട്, ഈ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ സേവ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഫോർ പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിലിമിനറി എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഫോർ കമ്പനി ബ്രാഞ്ച് ലെഡ്ജർ, നമ്മുടെ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ച് നമുക്ക് ഫണ്ട് തരാനുണ്ടെങ്കിൽ അവരുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അത് ബ്രാഞ്ച് ഡിവിഷൻ എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ സേവ് ചെയ്യാം. ഫോർ സസ്പെൻസ് ലെഡ്ജർ, സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് കൊടുക്കണം, പക്ഷേ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് പിന്നീടേ അറിയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ അക്കൗണ്ടൻ്റ്, ക്യാഷ്യറുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് പല സ്ഥലത്തും വർക്കുകൾ നടക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സൈറ്റിലും നമുക്ക് മെറ്റീരിയൽ വേണ്ടി വരും, പണിക്കാർക്കുള്ള വേജ് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് മെറ്റീരിയൽ കമ്പനി ഇറക്കി കൊടുക്കും, പണിക്കാരെ വേജ് മന്ത്ലി സെറ്റിൽ ചെയ്യും, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ആഴ്ചയിൽ സെറ്റിൽ ചെയ്യും. ഇതല്ലാതെ ഓരോ സൈറ്റിലും നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ മെഡിക്കൽ എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസുകൾ വരാനുണ്ട്. അപ്പോൾ അതിന് എപ്പോഴും ക്യാഷ്യർ അവിടെ പോയി പേയ്മെൻറ്റ് കൊടുക്കൽ നടക്കില്ല. അപ്പോൾ അതിനു വേണ്ടി ഓരോ സൈറ്റിലും നമ്മൾ ഓരോ സൂപ്പർവൈസർമാരെ നിയമിച്ചു. ഈ സൂപ്പർവൈസർമാർക്ക് 1-ാം തീയതി മന്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കും. ഒരു 50,000 ഒരു 20,000 രൂപയ്ക്ക് അഡ്വാൻസ് കൊടുക്കുന്ന പോലെ കൊടുക്കും. എന്നിട്ട് അവരോട് പറയും സൈറ്റിൽ വരുന്ന എക്സ്പെൻസിൻ്റെ ക്യാഷൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് സെറ്റിൽ ചെയ്യുക, എന്നിട്ട് മന്ത്ലി കണക്ക് തന്നാൽ മതി എന്ന് പറയും, ഓക്കെ അല്ലേ. അപ്പോൾ 1-ാം തീയതി ഈ 20,000 രൂപ സൂപ്പർവൈസർക്ക് കൊടുത്തപ്പോൾ ജേണൽ എൻട്രി കാണിക്കണം. പക്ഷെ അത് എന്ത് പേരിലാണ് കാണിക്കുക? ചിലവ് നടന്നിട്ടുണ്ടോ? ഇല്ല, ഭാവിയിൽ നടക്കാനുള്ള ചിലവിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സസ്പെൻസ് അക്കൗണ്ട് എന്ന പേരിൽ കാണിച്ചാൽ മതി, മനസ്സിലായല്ലോ. പിന്നീട് മന്ത് എൻഡിൽ എന്ത് ചെയ്യും? ആക്ച്വലി അവിടെ എക്സ്പെൻസ് എത്രയാണ് വരുന്നത് എന്ന് അറിയുമ്പോൾ അത് ഈ സസ്പെൻസ് അക്കൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഇൻകം ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് സേവ് ചെയ്യേണ്ടത്? ഫോർ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ലെഡ്ജർ, നിങ്ങളുടെ കമ്പനിയുടെ സെയിൽസ് ലെഡ്ജർ, അതായത് സെയിൽസ് എക്സംപ്റ്റ്, സെയിൽസ് അറ്റ് 5, ഇൻട്രസ്റ്റേറ്റ് സെയിൽസ്, ഏത് സെയിൽസ് ആയിക്കോട്ടെ, കൂടാതെ സെയിൽസ് റിട്ടേൺ ലെഡ്ജറും ഈ എല്ലാ അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? സെയിൽസ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ സേവ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഫോർ ഇൻകം ഓഫ് സർവീസ് കമ്പനി, സർവീസ് സ്ഥാപനങ്ങളുടെ മെയിൻ ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്ത് നോൺ സെയിൽ ഇൻകം ലൈക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, നിങ്ങളുടെ മെയിൻ ഇൻകം അല്ലാത്ത, സെയിൽസ് അല്ലാത്ത ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞത് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. അതല്ലാതെ കിട്ടുന്നതെല്ലാം നിങ്ങളുടെ അഡീഷണൽ ഇൻകമാണ്. അപ്പോൾ
ആ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അടുത്തത് എക്സ്പെൻസ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് കൊടുക്കുക? ഫോർ പർച്ചേസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ അല്ലേ. ഈ പർച്ചേസ് അക്കൗണ്ട് എപ്പോഴാണ് ഉണ്ടാക്കുക? നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളെ കമ്പനി ആവശ്യത്തിന് വാങ്ങുന്ന പ്രോപ്പർട്ടി ആൻഡ് മിഷനറി, അതായത് നിങ്ങൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ കസ്റ്റമർക്ക് സെയിൽ ചെയ്യാനുള്ള മൊബൈൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ പർച്ചേസ് എന്ന അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ ഓഫീസ് ആവശ്യത്തിന് വാങ്ങുന്ന ടേബിള്, ചെയർ, കമ്പ്യൂട്ടറുകളെല്ലാം അതാത് പേരിൽ ഫിക്സഡ് അസറ്റുകളായിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, അങ്ങനെ പർച്ചേസ്, അതേപോലെ പർച്ചേസ് റിട്ടേൺ ലെഡ്ജറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ സേവ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഫോർ എക്സ്പെൻസ് റിലേറ്റഡ് വിത്ത് പർച്ചേസ് ആൻഡ് പ്രൊഡക്ഷൻ. എക്സാമ്പിൾ ഫ്രൈറ്റ് ആൻഡ് വേജ്. അത് നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനോ വരുന്ന കോസ്റ്റ്, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, നമ്മുടെ കമ്പനിയിലേക്ക് ഗുഡ്സ് വാങ്ങാനോ ഉണ്ടാക്കാനോ വരുന്ന എക്സ്പെൻസ്, ആ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. അതല്ലാതെ വരുന്ന എല്ലാ എക്സ്പെൻസും വന്നാൽ ഫോർ എക്സ്പെൻസ് റിലേറ്റഡ് വിത്ത് സെയിൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന എല്ലാ എക്സ്പെൻസ് ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ സേവ് ചെയ്യണം. ഓക്കെ അല്ലേ. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് നമ്മളൊരു മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ മൊബൈൽ ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം അല്ലേ. പിന്നെ അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫാക്ടറി വേണം. ഓക്കെ അല്ലേ. അതിൻ്റെ എല്ലാം അക്കൗണ്ട്സ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫാക്ടറി ഉണ്ട്, നമ്മുടെ ഓഫീസുണ്ട്. ഫാക്ടറി എന്തിനാണ്? മൊബൈൽ അസംബിൾ ചെയ്യാൻ. ഓഫീസ് എന്തിനാണ്? ഇതിൻ്റെയൊക്കെ അക്കൗണ്ട്സും മറ്റ് പരസ്യം ബ്രാൻഡിങ്ങും ചെയ്യാൻ. അപ്പോൾ ഈ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഉണ്ടാക്കാൻ വരുന്ന ചിലവാണ്. ഓക്കെ അല്ലേ, മൊബൈൽ ഉണ്ടാക്കാൻ വരുന്ന ചിലവാണ്. എക്സാമ്പിൾ, നമ്മൾ ഫാക്ടറി റെൻറ്റ് കൊടുത്തില്ല, ഓഫീസ് റെൻറ്റും കൊടുത്തില്ല. ഇതിലേത് കൊടുക്കാതിരുന്നാലാണ് നമ്മളെ പ്രൊഡക്ഷനെ ബാധിക്കുക? ഫാക്ടറിയിലെ റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല, പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ സെയിൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഫാക്ടറി റെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസും ഓഫീസ് റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നേരിട്ട് വരുന്ന കോസ്റ്റ് അല്ല. മനസ്സിലായല്ലോ, അതുകൊണ്ടൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ്, ഫാക്ടറി ഇലക്ട്രിസിറ്റി ചാർജ്, ഓഫീസ് ഇലക്ട്രിസിറ്റി ചാർജ്. ഓക്കെ അല്ലേ. ഫാക്ടറിയിലെ 2 ബില്ലും കൊടുത്തില്ല, ഈ മാസത്തെ കറണ്ട് ബില്ല് കൊടുത്തില്ല, ഫാക്ടറിയിലും കൊടുത്തില്ല, ഓഫീസിലും കൊടുത്തില്ല. അപ്പോൾ ഫാക്ടറിയത്തെ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് നടക്കില്ല? മെഷീൻ വർക്ക് ചെയ്യില്ല, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, പ്രൊഡക്ഷൻ നടക്കില്ല, പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, സെയിൽ നടക്കില്ല. അപ്പോൾ അതുപോലെ എന്നാൽ ഓഫീസിലെ കറണ്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഓഫീസിലെ വർക്കിനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രൊഡക്ഷനെ ബാധിക്കുന്ന എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അല്ലാത്തതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഞാൻ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഞാൻ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ലെഡ്ജറുകളൊക്കെ ഞാൻ നേരത്തെ തന്ന ഈ ഓരോ ലെഡ്ജറുകളും നമുക്ക് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ, നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അക്കൗണ്ട് ഗ്രൂപ്പുകളുടെ ഒരു PDF നോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ അക്കൗണ്ട് ഗ്രൂപ്പുകളുടെ ഒരു PDF നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കമ്പനിയിൽ ഉള്ള ഈ ലെഡ്ജേഴ്സ് അല്ലേ, ഈ 10-60ഓളം ലെഡ്ജറുകളുണ്ട്. ഈ ലെഡ്ജറുകളുടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് നമുക്കിവിടെ കാണിക്കണം. ഓക്കെ അല്ലേ, ഇങ്ങനെ കാണിക്കണം. ശരിക്കും ടാലിയിൽ ഈ ലെഡ്ജറുകൾ നേരിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം എഴുതി പഠിപ്പിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ മുഹമ്മദ്സ് ക്യാപിറ്റൽ, ഇതിൻ്റെ ടാലി ഗ്രൂപ്പ് ഏതാ? മുഹമ്മദ്സ് ക്യാപിറ്റൽ അല്ലേ. ഇത് എന്ത് ടൈപ്പ് അക്കൗണ്ട്? അതൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ നോട്ട് നോക്കുക. അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ നോട്ടിൽ ഉണ്ടോ ക്യാപിറ്റൽ ഗ്രൂപ്പിൽ നോക്കുക. ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതാ വരിക? ഫോർ ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് ലെഡ്ജർ. കണ്ടോ, അതിൻ്റെ അണ്ടർ എന്ത് സെലക്ട് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതി. അപ്പോൾ അതിൻ്റെ അണ്ടർ ഞാനിവിടെ എഴുതുന്നു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, ക്യാപിറ്റൽ
അക്കൗണ്ട്. അടുത്തത് മുഹമ്മദ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അതെന്താ പറഞ്ഞത്? ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതേ ഗ്രൂപ്പ് തന്നെ കൊടുക്കണം. ആ ലെഡ്ജർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് തന്നെ കൊടുക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? അടുത്തത് SBI CA, നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്. അത് അസറ്റാന്ന് പറഞ്ഞു അല്ലേ? ഇതൊരു അസറ്റ് ലെഡ്ജറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ നോട്ടിലേക്ക് പോവുക. അസറ്റ്സ് ലെഡ്ജർ എവിടെ? ഇതല്ല അസറ്റ്സ് അല്ലേ? അസറ്റ് ഗ്രൂപ്പിൽ ഏതാ? SBI ലെഡ്ജർ അല്ലേ നമുക്ക് വേണ്ടത്? SBI കറണ്ട് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അസറ്റ്സ് ലെഡ്ജറിൽ വന്നിട്ട് ബാങ്ക് അക്കൗണ്ടുകളുടെ ഗ്രൂപ്പുണ്ട്. ബാങ്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കൊടുക്കണം? ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തെഴുതണം ഏത്? ബാങ്ക് അക്കൗണ്ട് എന്ന് എടുത്തെഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫയൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട് മുൻപത്തെ വീഡിയോയിൽ. ഓക്കെ അല്ലേ? അപ്പോൾ അത് നോക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ടാക്സുകൾ, ഈ ഇൻപുട്ട് ടാക്സുകളെല്ലാം അസറ്റും ഔട്ട്പുട്ട് ടാക്സുകളെല്ലാം ലയബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ എല്ലാ ടാക്സ് ലെഡ്ജറിൻ്റെയും അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ഈ ഗ്രൂപ്പ് തന്നെ സേവ് ചെയ്യണം. ഏത് അല്ലേ? ഈ ഗ്രൂപ്പ് തന്നെ സേവ് ചെയ്യണം. അതായത് നമ്മുടെ ലയബിലിറ്റി ഗ്രൂപ്പിൽ ഫോർ ഓൾ ടാക്സ് ലെഡ്ജർ അല്ലേ? ടാക്സ് എന്ന് പറഞ്ഞത് ലയബിലിറ്റിയാണ്. അത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന ലയബിലിറ്റി ഗ്രൂപ്പിൻ്റെ അണ്ടർ തന്നെ സേവ് ചെയ്യണം. ഇനി അത് ഇൻപുട്ട് ടാക്സുകൾ വരുമ്പോൾ അസറ്റാണ്, അതും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടർ തന്നെ സേവ് ചെയ്യണം. എന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തോളും. ഓക്കെ. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രൂപ്പുകളൊക്കെ, ഈ ലെഡ്ജറുകളൊക്കെ നമുക്ക് ടാലിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസർ കീ, ഞാൻ ഈ ഗ്രൂപ്പ് ഫില്ല് ചെയ്തതിൻ്റെ ആൻസർ കീ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ അക്കൗണ്ടുകളൊക്കെ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.